ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പരിപ്പ് കറിയാണ് കേട്ടോ. ചപ്പാത്തി, റൊട്ടി, റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ 1 കപ്പ് പരിപ്പ് എടുക്കുക. ഒരു സവോള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് നടുവക്കേറിയത്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 3 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. മൂടി അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വേവിക്കുക. പിന്നെ കുറഞ്ഞ തീയിൽ വെച്ച് 2 വിസിലടിക്കണം. ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും. 3 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. 20 മിനിറ്റ് മൂടി തുറക്കാതെ തന്നെ വയ്ക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ. 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ചെറുതീയിൽ വെച്ച് 8 അരിഞ്ഞ വെളുത്തുള്ളിയും 2 വറ്റൽമുളകും 2ആയി മുറിച്ചത് ചേർക്കുക. കുറഞ്ഞ തീയിൽ 10 സെക്കൻഡ് നേരം വഴറ്റുക. ഇനി 6-7 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ 3-4 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഇത് കറിയുടെ മീതെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇളക്കരുത്. ഇളക്കുന്നതിന് മുമ്പ് മൂടി അടച്ച് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായി ഇളക്കാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ പരിപ്പ് കറി തയ്യാർ. ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 6 പേർക്ക് കഴിക്കാനുണ്ടാവും. ചപ്പാത്തി, ചോറ്, റൊട്ടി എന്നിവയ്ക്കൊപ്പം വിളമ്പാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.